സുഭാഷിതം ചാനലിൽ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ വിദേശ UAE ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ നമ്മൾ ചെയ്തിട്ട്. ഇപ്പോൾ വീണ്ടും ഇത് അടുത്ത കേസുകളാണ് കേൾക്കുന്നത്. ടി അതുല്യ ശേഖർ ഷാർജയിൽ 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കൊന്നിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഭർത്താവിൻ്റെ വാദങ്ങളും തർക്കങ്ങളും ഒക്കെ കേട്ടാൽ ഒരു ഒന്നൊന്നര ഭർത്താവ് തന്നെയാണ്. എന്താണ് ഇയാൾ പറയുന്നത്? ഇയാൾ ഏത് പോങ്ങനാണ്, കോത്താഴ്ത്തുകാരനാണെന്നുള്ള കാര്യം വലിയ പ്രയാസമാണ്. ഇങ്ങനെയാണ് ഭർത്താക്കന്മാർ തുടങ്ങിയാൽ ഭാര്യമാർ എന്താ ചെയ്യുക? സ്ത്രീകൾ എന്താ ചെയ്യുക? അയാളുടെ ഷൂസിന് ലേസ് കെട്ടിക്കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല. അയാൾക്ക് എല്ലാവരോടും സംസാരിക്കാം. ആ പെൺകുട്ടി ആരോട് സംസാരിക്കാൻ പാടില്ല, അയൽവക്കക്കാരോട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു അടിമയുടെ രാജ്യമൊക്കെ കഴിഞ്ഞു. പെൺകുട്ടികളും സ്വതന്ത്രമായി അവർ വിദ്യാഭ്യാസം ചെയ്തു, അവർക്ക് നല്ല ജോലിയുണ്ട്, പലർക്കും വരുമാനമുണ്ട്, അറിവുണ്ട്. പഴയതുപോലെ അടുക്കളയിൽ കിടന്ന് അടുക്കള ജോലി മാത്രം ചെയ്യുന്ന ഒരു കാലമല്ല. മാത്രമല്ല പെൺകുട്ടികളോടൊപ്പം ആൺകുട്ടികളുമൊക്കെ കുറച്ച് മുതിർന്ന ഒരു 10-50 വയസ്സ് കഴിഞ്ഞവർ ചിലപ്പോൾ അങ്ങനെ ചെയ്യില്ലായിരിക്കും. കാരണം സ്ത്രീകൾ നേരത്തെ ഒരു തലമുറ. പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ച് വരുന്ന 25-30 വയസ്സായ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവും ഹസ്ബൻഡും വൈഫും കൂടെയൊക്കെ തന്നെയാണ് വീട്ടിൽ കയറി ജോലികളൊക്കെ ചെയ്യുന്നത്. രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ജോലി ചെയ്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളിപ്പോൾ ചെയ്തു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു പോകുന്നൊരു സ്ഥലത്ത് ഇതുപോലെ അതും തേവലക്കര എന്നാണ്. തേവലക്കരയെ പോലെ സ്കൂളിൻ്റെ വിഷയം, ഇതിൻ്റെ വിഷയം വന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് തീർന്നതേ ഉള്ളൂ എല്ലാവരും, കേരള സമൂഹം. വീണ്ടും തേവലക്കര കോയവിള മേലേടത്ത് ജംഗ്ഷനിൽ അതുല്യ ഭവനിൽ രാജശേഖര പിള്ളയുടെ മകൾ അതുല്യ ശേഖർ ഷാർജയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അയാളുടെ ഭർത്താവ്, അത് തൊട്ടടുത്ത് തേവലക്കരയ്ക്ക് അടുത്താണല്ലോ ശാസ്താംകോട്ട മനക്കര സജി നിവാസിൽ സതീഷ് ശങ്കർ. ഈ സതീഷ് ശങ്കറിൻ്റെ വർത്തമാനങ്ങൾ കേട്ടാൽ, ഈ പെൺകുട്ടി അതുല്യ മരിച്ച ഉടനെ തന്നെ സതീഷ് ശങ്കർ പറഞ്ഞു, ഇപ്പം തന്നെ ഞാനും ആത്മഹത്യ ചെയ്യുന്നു, ഫേസ്ബുക്കൊക്കെ കിട്ടും, ഞാനിതാ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അയാൾ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, ചുമ്മാ തള്ളി മറിക്കുകയാണ്. ഇങ്ങനെ ചെറുപ്പക്കാർ തുടങ്ങിയാൽ നല്ല 10-40 പവൻ്റെ സ്വർണവും പിന്നെ മറ്റേ ബൈക്കോ എന്തൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് കല്യാണം നടത്തിയിരിക്കുന്നത്. ആവശ്യത്തിന് സ്ത്രീധനം വാങ്ങിക്കുക, എന്നിട്ട് ഈ ഭാര്യയെ തല്ലുക, അല്ലെങ്കിൽ ഭാര്യ ഉപദ്രവിക്കുക, ഗാർഹിക പീഡനം നടത്തുക. 10-18 വയസ്സ് മുതലേ ഇത് വിവാഹം കഴിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും 10-12 വർഷത്തെ പീഡനം. വേറെ തമാശ ഇവിടെ കേൾക്കുന്നുണ്ട്, ഒരു അമ്മായിയമ്മയുടെ കാര്യം കേൾക്കുന്നുണ്ട്. ഈ അമ്മായിയമ്മമാരെല്ലാം സ്ത്രീകളല്ലേ എന്നൊരു സംശയം ന്യായമായുണ്ട്. ഇന്നത്തെ ഭാര്യയാണ്, മകളാണ് നാളത്തെ അമ്മായിയമ്മ. ഈ അമ്മായിയമ്മമാരെല്ലാം ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ ഇത്രയും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തായാലും സഹിക്കാവുന്ന കാര്യമല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുല്യയുടെ ആത്മഹത്യ വീണ്ടും പെൺകുട്ടികൾക്ക് വിവാഹത്തെക്കുറിച്ചും ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉയർത്തുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതുല്യയുടെ ആത്മാവിന് നിത്യശാന്തി നമുക്ക് നേരാം. അതോടൊപ്പം തന്നെ സതീഷ് ശങ്കറിൻ്റെ പങ്കും അമ്മയുടെ പങ്കുമൊക്കെ പരിശോധിക്കണം. അത് വിശദമായ അന്വേഷണം നടക്കട്ടെ. എന്തായാലും മക്കളെ പ്രസവിച്ച് ആ മകളെ വളർത്തി വലുതാക്കി സ്ത്രീധനം കൊടുത്ത് വലിയ രീതിയിൽ വിവാഹം കഴിച്ചയപ്പിക്കുമ്പോൾ 30 വയസ്സിൽ ആ പെൺകുട്ടി മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ ഏതൊരച്ഛനും അമ്മയ്ക്കും നാട്ടിനും എല്ലാം ദുഃഖമുണ്ടാകും. ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതുല്യ ശേഖറിൻ്റെ മരണം വളരെ കൃത്യമായി അന്വേഷിക്കണമെന്നുള്ളതാണ് നമുക്കും പറയുവാനുള്ളത്.